ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സീന ആന്റണി. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങൾ പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ലെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു. കൊൽക്കത്തയിൽ യുവ വനിതാ ഡോക്ടർ കൊല്ലപ്പെട്ട സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ സമൂഹ മാധ്യമമായ എക്സിൽ പങ്കുവച്ച കുറിപ്പിലാണ് ശ്രീമതി മുർമു ആശങ്ക പങ്കുവച്ചത്. കൊൽക്കത്ത സംഭവം രാജ്യത്തെ മുഴുവൻ ഞെട്ടിച്ചുവെന്നും രാഷ്ട്രപതി പറഞ്ഞു. രാജ്യത്ത് 12 ഗ്രീൻഫീൽഡ് വ്യാവസായിക സ്മാർട്ട് സിറ്റി പദ്ധതി ആരംഭിക്കാൻ കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. പദ്ധതിയിൽ പാലക്കാട് ജില്ലയും ഉൾപ്പെടും. പാലക്കാട് വ്യവസായ സ്മാർട്ട് സിറ്റിക്ക് ലഭിച്ച കേന്ദ്ര അംഗീകാരം സ്വാഗതാർഹമെന്ന് മന്ത്രി പി രാജീവ്. കേരളത്തിലെ വ്യവസായ വളർച്ചയ്ക്ക് ഏറെ സഹായകരമാണ് ഈ പ്രഖ്യാപനമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് 730 സ്വകാര്യ FM റേഡിയോ ചാനലുകൾ ആരംഭിക്കാനുള്ള ലേല നടപടികൾക്ക് കേന്ദ്രമന്ത്രിസഭ അനുമതി നൽകി. 234 നഗരങ്ങളിലെ FM ചാനലുകൾക്കുള്ള ഈ ലേലമാണ് നടക്കുന്നത്. പാലക്കാടും കാസർഗോഡ് ജില്ലയിലെ കാഞ്ഞങ്ങാട്ടും 3 വീതം ചാനലുകൾ ഇതിലുൾപ്പെടും. രാജ്യത്തെ മെഡിക്കൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവരുടെ സുരക്ഷ സംബന്ധിച്ച നടപടി ചർച്ച ചെയ്യാൻ രൂപീകരിച്ച ദേശീയ ദൌത്യസേന ചീഫ് സെക്രട്ടറിമാരുമായും DGPമാരുമായും ഇന്ന് ചർച്ച നടത്തി. കേന്ദ്ര ആഭ്യന്തര സെക്രട്ടറി, ആരോഗ്യ സെക്രട്ടറി എന്നിവരുടെ അധ്യക്ഷതയിൽ ഓൺലൈനായാണ് യോഗം ചേർന്നത്. കേരളത്തിൽ വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ പുനരധിവാസം ചർച്ച ചെയ്യാൻ നാളെ സർവകക്ഷി യോഗം ചേരും. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ഓൺലൈനായാണ് യോഗം. സർവകക്ഷി യോഗത്തിന് ശേഷം പുനരധിവാസ പുനർനിർമ്മാണ പാക്കേജിന് അന്തിമരൂപം ആകും. വയനാട് ഉരുൾപൊട്ടലിൽ മരിച്ച 36 പേരെ DNA പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു. 17 മൃതദേഹങ്ങളും 56 ശരീരഭാഗങ്ങളും ഉൾപ്പെടെ 73 സാമ്പിളുകളാണ് DNA സാമ്പിളുമായി യോജിച്ചത്. ഒരാളുടെ തന്നെ 1-ൽ കൂടുതൽ ശരീരഭാഗങ്ങൾ ലഭിച്ചതായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. നിയമസഭാ പരിസ്ഥിതി സമിതി നാളെയും മറ്റന്നാളും കോഴിക്കോട്, വയനാട് ജില്ലകളിലെ ഉരുൾപൊട്ടൽ ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. മേഖലയിലെ പരിസ്ഥിതി പ്രശ്നങ്ങൾ സംബന്ധിച്ച് വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരിൽ നിന്ന് സമിതി വിവരശേഖരണം നടത്തും. കേരളത്തിൽ ക്യാൻസർ മരുന്നുകൾ കമ്പനി വിലയ്ക്ക് ലഭ്യമാക്കുന്ന കാരുണ്യ സ്പർശം സീറോ പ്രോഫിറ്റ് ആന്റി ക്യാൻസർ ഡ്രഗ് പദ്ധതി മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഉദ്ഘാടനം ചെയ്യും. എല്ലാ ജില്ലകളിലെയും തെരഞ്ഞെടുത്ത 14 കാരുണ്യ ഫാർമസികൾ വഴി 247 ഇനം മരുന്നുകളാണ് ലാഭമില്ലാതെ ലഭ്യമാക്കുന്നത്. മലയാള നവോത്ഥാനത്തിന് വിപ്ലവ വീര്യം പകർന്ന സാമൂഹ്യ പരിഷ്കർത്താവ് മഹാത്മാ അയ്യങ്കാളിയുടെ 161ാമത് ജയന്തി ദിനം കേരളത്തിൽ വിവിധ പരിപാടികളിലൂടെ സമുചിതമായി ആഘോഷിച്ചു. അയ്യങ്കാളിയുടെ ജീവിത സന്ദേശം ഉൾക്കൊണ്ട് സമൂഹത്തെ മുന്നോട്ട് നയിക്കാൻ പുതുതലമുറ സജ്ജമാകണമെന്ന് അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് മന്ത്രി OR കേളു പറഞ്ഞു. കർണാടകയിലെ ശിരൂരിൽ മണ്ണിടിച്ചിലിനെ തുടർന്ന് കോഴിക്കോട് സ്വദേശിയായ ട്രക്ക് ഡ്രൈവർ അർജുനെ കാണാതായ സംഭവത്തിൽ തെരച്ചിൽ തുടരണമെന്നാവശ്യപ്പെട്ട് കുടുംബാംഗങ്ങൾ കർണാടക മുഖ്യമന്ത്രിയെ കണ്ടു. കോഴിക്കോട് MP MK രാഘവനോടൊപ്പമാണ് മുഖ്യമന്ത്രിയെ കണ്ടത്. തെരച്ചിലിന് ഡ്രഡ്ജർ എത്തിക്കണമെന്ന ആവശ്യത്തോട് അനുകൂലമായി മുഖ്യമന്ത്രി പ്രതികരിച്ചു. KSRTCക്ക് സംസ്ഥാന സർക്കാർ 72.23 കോടി രൂപ കൂടി അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ. പെൻഷൻ വിതരണത്തിന് കോർപ്പറേഷൻ എടുത്ത വായ്പയുടെ തിരിച്ചടവിനായാണ് ധനസഹായം. KSEB പെൻഷനേഴ്സ് അസോസിയേഷൻ 68ാമത് സംസ്ഥാന സമ്മേളനം നാളെ ആലപ്പുഴയിൽ ആരംഭിക്കും. 2 ദിവസങ്ങളിലായി നടക്കുന്ന സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തൃശൂർ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ പൊതുഗതാഗത സംവിധാനം കൂടുതൽ മെച്ചമാക്കാൻ നിർദ്ദേശങ്ങൾ സമാഹരിക്കാൻ ഈ മാസം 31-ന് മന്ത്രി R ബിന്ദുവിന്റെ അധ്യക്ഷതയിൽ ജനകീയ സദസ്സ് ചേരും. സംസ്ഥാന മോട്ടോർ വാഹന വകുപ്പിന്റെ ആഭിമുഖ്യത്തിലാണ് ജനകീയ സദസ്സ്. തിരുവനന്തപുരം നഗരസഭാതല അദാലത്ത് നാളെ രാവിലെ 10 മണി മുതൽ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടക്കും. തിരുവനന്തപുരം നഗരസഭയുമായി ബന്ധപ്പെട്ട വിവിധ അപേക്ഷകളിൽ തീർപ്പുണ്ടാകും. അദാലത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയാത്തവർക്ക് കൌണ്ടറിൽ നേരിട്ട് അപേക്ഷ സമർപ്പിക്കാം. പാരീസ് പാരാലിമ്പിക്സിന് ഇന്ന് തുടക്കം. ഇന്ത്യൻ സമയം രാത്രി 11:30-നാണ് ഉദ്ഘാടന ചടങ്ങുകൾ. ഇന്ത്യയെ പ്രതിനിധീകരിച്ച് 84 കായിക താരങ്ങളാണ് ഇത്തവണ പാരാലിമ്പിക്സിൽ മാറ്റുരയ്ക്കുന്നത്. 38 ഇന്ത്യൻ അത്ലറ്റുകൾ പങ്കെടുക്കുന്ന പാരാ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് മറ്റന്നാൾ തുടക്കമാകും. കേരളത്തിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടി ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. നാളെ പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ശനിയാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കയർ കോർപ്പറേഷന്റെ ഉൽപ്പന്നങ്ങൾ അമേരിക്കയുടെ വാൾമാർട്ടിന്റെ ഗോഡൌണിലേക്ക് നൽകാൻ കരാറായി. നിലവിൽ 1.5 കോടി രൂപയുടെ ഉൽപ്പന്നങ്ങളാണ് വാൾമാർട്ടിന്റെ ഓൺലൈൻ മാർക്കറ്റിലേക്ക് ആദ്യഘട്ടമായി നൽകുന്നത്. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.